നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 14, 15, 16, 17, 18 തീയതികളിൽ നിരവധി ഗ്രഹങ്ങൾ രാശി മാറുന്നു. അപ്പോൾ ആ കൂട്ടമറിച്ചിലിൽ വളരെ ഘനഗംഭീരമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഏകദേശം 3 രാശിക്കാർക്ക് ഇടിവെട്ട് സൗഭാഗ്യങ്ങൾ വരുന്നു. വെറും ഇടിവെട്ടെന്നല്ല പറയുന്നത്, ഞെട്ടിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന ഇടിവെട്ട് ഘനഗംഭീര സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്ന 3 രാശിക്കാരുണ്ട്. അതിൽ തന്നെ കൂടിയും കുറഞ്ഞുമൊക്കെ സൗഭാഗ്യങ്ങൾ, അതിനകത്ത് തന്നെ 3 രാശിക്കാർക്ക് 3 സ്ഥാനങ്ങളാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, വ്യാഴം മെയ് 14 രാത്രി 10:07 PM രാശി മാറുന്നു. അതുപോലെ സൂര്യൻ മെയ് 14 ബുധനാഴ്ച രാത്രി 12:11 ഇടവത്തിൽ വരുന്നു. പക്ഷെ അത് പ്രായോഗികമായിട്ട് പറയുമ്പോൾ മെയ് 15 വെളുപ്പിന് 12:11 AM രാശി മാറുന്നു. അപ്പോൾ ഏകദേശം ഈ 14 എന്നുള്ള ദിവസം അപ്രസക്തമാവുകയാണ്. അപ്പോൾ മെയ് 15, 16, 17, 18 തീയതികളിൽ വളരെ പ്രത്യേകത ഉള്ളതാണ് ഈ ജ്യോതിഷപരമായിട്ട്. രാഹു കേതുക്കൾ മെയ് 18 രാത്രി 9:30 PM രാശി മാറുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഏകദേശം ഇതിൻ്റെ ഒരു കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 15 വെളുപ്പിന് 12:11 AM മുതൽ രാഹുകേതുക്കൾ മാറുന്ന മെയ് 18 രാത്രി 9:30 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. 3 രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അതൊന്ന് പറയാം. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ആ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരു 1-2% ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ. ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല ദക്ഷിണ, പകരം ദക്ഷിണയായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, കമൻറ്റ്, ഷെയർ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകാം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവം മെയ് 15 രാവിലെ ഉള്ള ഒരു ഗ്രഹനില നമ്മൾ ഏകദേശം ഒന്ന് പറയാം. മീനം രാശിയിൽ ശനി, സർപ്പം അഥവാ രാഹു, ശുക്രൻ ഇവ നിൽക്കുന്നു. ബുധൻ മേടം രാശിയിൽ, അതായത് സൂര്യൻ്റെ ഉച്ചരാശിയായ മേടം രാശിയിൽ നിൽക്കുന്നു. രാശിയിലാണ് ബുധൻ നിൽക്കുന്നത്. സൂര്യൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നു. വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നു. ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നു. ശിഖി കന്നി രാശിയിൽ. പിന്നെ ചന്ദ്രൻ ഈ ദിവസങ്ങളിൽ വൃശ്ചികം, ധനു രാശികളിൽ നിൽക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഈ 3 രാശിക്കാർ, ഞാൻ പറയുന്ന രാശിക്കാർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശനി, വ്യാഴം, രാഹു, കേതു, ഈ 4 ഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പൊതുവായിട്ട്. അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങളാണ്. രാഹുവും കേതുവും ഗ്രഹങ്ങളല്ല, നിഴൽ ഗ്രഹങ്ങളാണ്. ഇവ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയുടെ സ്വഭാവമാണ് ഈ
ഈ രാശിക്കാർ ഇത് പ്രകടിപ്പിക്കുന്നത്. അതായത് രാഹു ഇപ്പോൾ നിൽക്കുന്ന ഈ ദിവസങ്ങൾ 15, 16, 17, 18 തീയതികളിൽ നിൽക്കുന്നത് മീനം രാശിയിലാണ്. മീനം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രവുമാണ്, ശുക്രൻ്റെ ഉച്ചക്ഷേത്രവുമാണ്. അപ്പോൾ അതിൻ്റെ, അതായത് ഈ സ്വക്ഷേത്രപരമായ വ്യാഴത്തിൻ്റെ സ്വഭാവവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ സ്വഭാവമാണ് രാഹു ഈ ദിവസങ്ങളിൽ പ്രകടിപ്പിക്കുന്നത്. അതേസമയം 18-ാം തീയതി രാത്രിയിൽ ഇത് മാറുന്നു, കുംഭൻ രാശിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ കുംഭൻ രാശിയിൽ എന്ന് പറയുമ്പോൾ ശനിയുടെ സ്വക്ഷേത്രമാണ്. അപ്പോൾ മെയ് 18-ന് ശേഷം രാഹു പ്രകടിപ്പിക്കുന്നത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ സ്വഭാവമായിരിക്കും. അതായത് ഏറ്റവും ശക്തമായ രീതിയിൽ ശനിയുടെ, അതായത് ശനിക്ക് മകരവും കുംഭവും ആണല്ലോ സ്വക്ഷേത്രങ്ങൾ. അതിൽ തന്നെ കുംഭത്തിന് നിൽക്കുന്ന ശനിക്കാണ് പരമാവധി ശക്തിയുള്ളത്. അപ്പോൾ പരമാവധി ശക്തിയുള്ള ശനിയുടെ സ്വഭാവമാണ് മെയ് 18-ന് ശേഷം രാഹു പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യാഴം 6-ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ മെയ് 14-ന് രാത്രി 10:07 PM വ്യാഴം മിഥുനം രാശിയിൽ വരുമ്പോൾ 2 രാശിക്കാർക്ക് നേട്ടമാണ്. അതേസമയം ഞങ്ങൾ മൂന്നാമത് പറയുന്ന രാശിക്ക് പ്രതികൂലവുമാണ്. അതേസമയം ഈ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാശിക്ക് 3-ാം ഭാവത്തിൽ രാഹു, ശനി, ശുക്രൻ ഇവ അനുകൂലമാണ്. ബുധൻ അനുകൂലമാണ്. സൂര്യൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അതേസമയം വ്യാഴം അവർക്ക് പ്രതികൂലമാണ്. അതുപോലെ തന്നെ ചൊവ്വ പ്രതികൂലമാണ്. എങ്കിലും ഇവർക്ക് ഞങ്ങൾ ഈ 3-ാം സ്ഥാനം നൽകുന്ന രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. ഈ മകരം രാശിക്ക് മെയ് 14-ന് വ്യാഴം മാറുന്നത് അനുകൂലമല്ല. അതുവരെ അനുകൂലമാണ് 5-ാം ഭാവത്തിൽ. പക്ഷേ അവർക്ക് ശനി അനുകൂലമാണ്. സർപ്പം അഥവാ രാഹു മെയ് 18 വരെ അനുകൂലമാണ്. ശുക്രനും അനുകൂലമാണ്. ബുധൻ അനുകൂലമാണ്. ശിഖി അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഈ ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഗുണാധിക്യമാണ് കാണുന്നത്. അത് തന്നെ അല്പം ഇടിവെട്ട രീതിയിൽ വരുന്നു. കാരണം ഇവരുടെ 3-ാം ഭാവത്തിൽ ശുക്രനും ശനിയും സർപ്പവും കൂടി യോഗം ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം ശുക്രനും ശനിയും സുഹൃത്തുക്കളാണ്. അതുകൂടാതെ രാഹുവും ശുക്രനും ശനിയും ആയിട്ട് സുഹൃത്തുക്കളാണ്. അപ്പോൾ 3 സുഹൃത്തുക്കൾ ഈ മകരം രാശിയുടെ 3-ാം ഭാവത്തിൽ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ 3 പേരും കൂടെ എന്തൊക്കെ നേട്ടങ്ങൾ ഇവർക്ക് കൊടുക്കും? ഞങ്ങൾ വെളിച്ചം ചാനൽ പറയുന്നത് രാഹു അഥവാ സർപ്പം അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്രതീക്ഷിത ധനലാഭം, പൂർവികരുടെ അനുഗ്രഹം, കൂടാതെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടങ്ങൾ. ഈ 3-ാമത് പറഞ്ഞ കാര്യം പൊതുവെ ജ്യോത്സ്യന്മാർ പകുതിയോളം ആൾക്കാരും അംഗീകരിക്കാറില്ല. പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ഈ രാഹു അനുകൂലമായിട്ട് വരുമ്പോൾ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാവുമെന്നാണ്. അതായത് ഊഹക്കച്ചവടം എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഓഹരി വിപണി, പിന്നെ റിയൽ എസ്റ്റേറ്റ് പറഞ്ഞു വരുമ്പോൾ ഊഹക്കച്ചവടം തന്നെയാണ്.
അതുപോലെ ചിട്ടി, അതുപോലെ തന്നെ മറ്റ് ഭാഗ്യപരീക്ഷണങ്ങൾ, പ്രധാനമായിട്ടും ലോട്ടറി. അപ്പോൾ ഇത് മൂന്നും ഇവർക്ക് അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് മകരം രാശിക്ക് അപ്രതീക്ഷിത ധനലാഭം, അമ്പരപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഇടിവെട്ട് സൗഭാഗ്യം, ധനവരവ് പ്രതീക്ഷിക്കാം ഈ ദിവസങ്ങളിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സുഹൃത്ത് നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ ഇവരുടെ 3-ാം ഭാവത്തിൽ യോഗം ചെയ്യുകയാണ്. 18-ന് ശേഷം അത് മാറും. രാഹു കുംഭത്തിലോട്ട് വരുമ്പോൾ ഇവർക്ക് പ്രതികൂലമാവും, കുറഞ്ഞ പക്ഷേ അനുകൂലമല്ല. അപ്പോൾ അതേസമയം ഈ ദിവസങ്ങളിൽ ഇവർക്ക് 9-ാം ഭാവത്തിൽ കേതു നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതുമൊക്കെ അനുകൂലമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇവരുടെ 3-ാം ഭാവത്തിൽ 3 സുഹൃത്ത് ഗ്രഹങ്ങൾ ഒന്നിച്ച് ഇവർക്ക് സൗഭാഗ്യങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും. അത് പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നത് രാഹുവിൻ്റെയും ശുക്രൻ്റെയും ശനിയുടെയും ഒരു കൂടിച്ചേരൽ കൊണ്ട് അപ്രതീക്ഷിത ധനലാഭം, പൂർവികരുടെ അനുഗ്രഹം, പൂർവിക സ്വത്ത് ലഭിക്കാം, ഗുരുതുല്യരായവരുടെയും പിതൃതുല്യരായവരുടെയും മാതൃതുല്യരായവരുടെയും അനുഗ്രഹങ്ങൾ വിവിധ തരത്തിൽ പ്രതീക്ഷിക്കാം. വിവിധ സ്രോതസ്സിൽ നിന്ന് ഇവർക്ക് ധനം ലഭിക്കാം. പിന്നെ ഇത് 100% അനുഭവവേദ്യമാണെങ്കിൽ നിങ്ങളുടെ മഹാദശ അന്തർദശ ഒക്കെ അനുകൂലമായിരിക്കണം. അതുമാത്രമല്ല, ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മഹാദശ അന്തർദശ ഇവ അനുകൂലവും, അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ഈ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂലവും, അതുപോലെ ഇവിടെ ഈ രാഹു ഈ രാശിഫലവും അനുകൂലവും. പിന്നെ അത് കൂടാതെ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. അതായത് മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ഈ ദാനധർമാദികൾ ഇതൊക്കെ അനുഷ്ഠിച്ച് വളരെ സാത്വികരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് 100% അനുഭവവേദ്യമാവുള്ളൂ. ഈ അമ്പലത്തിലൊക്കെ പോവാതിരിക്കുകയും തോന്നിയ കണക്കൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും അനുഭവത്തിൽ വരത്തില്ല. പിന്നുള്ള കണ്ടീഷൻ ഇതാ ഞാൻ പറഞ്ഞു, മഹാദശ അന്തർദശ ഗ്രഹസ്ഥിതി ഇതൊക്കെ അനുകൂലമായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ രാശിഫലവും അനുകൂലമായെങ്കിൽ മാത്രമേ ഈ ഫലങ്ങളെല്ലാം 100% അനുഭവവേദ്യമാവും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, മകരം രാശിക്ക് ഈ പറഞ്ഞ തീയതികളിൽ, പ്രായോഗികമായിട്ട് പറയുമ്പോൾ മെയ് 15, 16, 17, 18 തീയതികളിൽ അപ്രതീക്ഷിത ധനലാഭം, ഘനഗംഭീരമായ സൗഭാഗ്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ പറഞ്ഞ കണ്ടീഷനുണ്ട്. ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം. പിന്നെ ഗ്രഹസ്ഥിതി, മഹാദശ അന്തർദശ ഇവയൊക്കെ അനുകൂലമായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് 100% ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ ദക്ഷിണയും കൂടെ തരണം. പടമായിട്ട് വേണ്ട, സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ ചെയ്യുക. ആകെ അത് കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു 1-2% ഫലപ്രാപ്തി കൂടും. ഓക്കെ, അപ്പോൾ മകരം രാശിക്ക് 3-ാം സ്ഥാനമാണ് ഞങ്ങൾ നൽകുന്നത് ഈ ദിവസങ്ങളിൽ. പിന്നെ ഉള്ള രാശിയുടെ കാര്യം വളരെ പ്രത്യേകതയുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 രാശികളിൽ ഒരു രാശിക്ക് മാത്രമേ ഈ 18-ാം തീയതിക്ക് ശേഷവും രാഹുവും കേതുവും അനുകൂലമായിട്ടുള്ളൂ. ഈ 2-ാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശിക്ക് ഈ പറഞ്ഞ ശനി, വ്യാഴം,
രാഹു കേതു ഇത് ഈ 4 ദിവസവും അനുകൂലം തന്നെയാണ്. പക്ഷേ ബുധനും സൂര്യനും അനുകൂലമല്ല. അതുകൊണ്ടാണ് അവർക്ക് 3ാം സ്ഥാനം നൽകുന്നത്, 2ാം സ്ഥാനം നൽകുന്നതെങ്കിലും ഇവർക്ക് മറ്റ് 2 രാശിക്കാർക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം ഇവർക്കുണ്ട്. അതായത് ഈ 18-ാം തീയതിക്ക് ശേഷവും ഇവർക്ക് രാഹുവും കേതുവും അനുകൂലമാണ്. 1ാം സ്ഥാനം നൽകുന്ന രാശിക്കും 3ാം സ്ഥാനം നൽകുന്ന രാശിക്കും 18-ന് ശേഷം രാഹുവും കേതുവും അനുകൂലമല്ലാതാവുന്നു. പക്ഷേ ഇവർക്ക് തുടർന്നും ഈ സൗഭാഗ്യങ്ങൾ, അതായത് ഈ 15, 16, 17, 18 തീയതികളിൽ പറയുന്ന ഫലങ്ങൾ ഇടിവെട്ട സൗഭാഗ്യമാണ്. അത് ഇവർക്ക് തുടർന്നും ഏകദേശം ഏറ്റവും കുറഞ്ഞത് 2026 മെയ് 14 വരെ ഇവർക്ക് ഈ രാശിഫലം അനുകൂലമാണ്. അതായത് ഇടിവെട്ട് സൗഭാഗ്യങ്ങൾ നിരത്തിപ്പിടിച്ച് വരാൻ പോവുകയാണ് ഏകദേശം 1 വർഷം. കാരണം ഇവർക്ക് 6ാം ഭാവത്തിൽ സർപ്പവും ശനിയും അനുകൂലമായിട്ട് നിൽക്കുന്നു ഇപ്പോൾ 15, 16, 17, 18 തീയതികളിൽ. അതിനുശേഷം രാഹു കുംഭത്തിലോട്ട് വരും. അത് ഇവരുടെ 5ാം ഭാവത്തിലാണെങ്കിലും അത്ര വലിയ അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമല്ലെങ്കിലും ഇവർക്ക് കേതു അഥവാ ശിഖി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതു അഥവാ ശിഖി കുംഭത്തിലോട്ട് മാറുന്ന 18-ാം തീയതി കുംഭത്തിലോട്ട് മാറുന്ന രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റും കൂടി കിട്ടി അവർക്ക് വീണ്ടും, അതായത് മെയ് 18-ന് ശേഷവും രാഹു അനുകൂലം തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അപ്പോൾ ഇവർക്ക് പിന്നെ 6ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. അത് അത്ര അനുകൂലമല്ല എങ്കിലും സുഹൃത്തുക്കളായ രാഹുവിനോടും ശനിയോടും ശുക്രൻ യോഗം ചെയ്ത് ഇവരുടെ 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അത് മാത്രമല്ല ശുക്രൻ്റെ ഉച്ചക്ഷേത്രവുമാണ് ഈ മീനൻ രാശി. അപ്പോൾ അവർക്ക് പക്ഷേ ബുധൻ ഈ ദിവസങ്ങളിൽ അനുകൂലമല്ല, സൂര്യനും അനുകൂലമല്ല, ചന്ദ്രൻ ഇപ്പോൾ ആകെ 16, 17, 18 തീയതികളിൽ അനുകൂലമാണ്. എങ്കിലും ഈ രാശിക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ രാശിയുടെ പേര് ഞാൻ പറയാം, തുലാം രാശിയാണ്. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. ഈ രാശിക്ക് ശനി, സർപ്പം, വ്യാഴം, ചൊവ്വ, കേതു ഇവ ഇത്രയും അനുകൂലമാണ്. ഈ ദിവസങ്ങളിൽ മാത്രമല്ല അതിനുശേഷവും. ഓക്കെ, ഈ ദിവസങ്ങളിൽ ഇവർക്ക് ബുധനും സൂര്യനും അനുകൂലമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് 2ാം സ്ഥാനം ഞങ്ങൾ നൽകുന്നതെങ്കിലും ഈ മെയ് 18-ന് ശേഷം മറ്റ് 2 രാശിക്കാർക്കും രാഹുവും കേതുവും അനുകൂലമല്ലാതാവുന്നു. പക്ഷേ ഇവർക്ക് തുടർച്ചയായി രാഹുവും കേതുവും അനുകൂലമാണ്. അപ്പോൾ ഈ ഒരു ഫലം, അതായത് ഈ 15, 16, 17, 18 തീയതികളുടെ ഫലം തുലാം രാശിയെ സംബന്ധിച്ചോളം പിന്നെ അനുകൂലമാണ്. അതായത് നിരത്തി പിടിച്ച് ഇവർക്ക് ഇടിവെട്ട് സൗഭാഗ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് വ്യാഴം 9ാം ഭാവത്തിൽ വരുന്നു. അതായത് മെയ് 14-ന് രാത്രിയിൽ മിഥുനം രാശിയിലോട്ട് വ്യാഴം മാറുമ്പോൾ ഇവരുടെ ഈ തുലാം രാശിക്കാരുടെ 9ാം ഭാവത്തിലെ ഭാഗ്യസ്ഥാനത്ത് അത്യധികം ഗുണാധിക്യമുള്ള ദൈവാധീനം വരികയാണ് മെയ് 14-ാം തീയതി രാത്രി മുതൽ. അപ്പോൾ അതിനോടൊപ്പം തന്നെ രാഹുവും കേതുവും ശനിയും അനുകൂലമാണ്. അപ്പോൾ അവർക്ക് 18-ാം തീയതിക്ക് ശേഷവും ഈ ഫലം തുടർന്നുകൊണ്ടേയിരിക്കും ഏകദേശം 1 വർഷം.
അതായത് 2026 മെയ് 14 വരെയെങ്കിലും ഇവർക്ക് ഈ ഇടിവെട്ട് സൗഭാഗ്യം തുടരും. പിന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ബുധനും സൂര്യനും അനുകൂലമല്ല, എങ്കിലും അതൊക്കെ അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഫലം പറയുന്ന ഞാൻ തുലാം രാശിയാണ്, ചിത്തിര നക്ഷത്രമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആകെ മീനമാസം പറഞ്ഞിരുന്നത് ലോട്ടറി അടിക്കും, അതാണ് ഇതാണ്, ഘനഗംഭീര നേട്ടങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് അനുഭവവേദ്യമായോ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരവുണ്ട്, അനുഭവവേദ്യമായി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് തുലാം രാശിക്കാരനായ ചിത്തിര നക്ഷത്രക്കാരനായ എൻ്റെ മഹാദശ എന്ന് പറയുന്നത് ബുധദശയാണ്. ബുധൻ എനിക്ക് ഗൃഹസ്ഥിതിയിൽ അനുകൂലമാണ്, പക്ഷേ സൂര്യൻ്റെ അപഹാരമാണ്. ബുധദശയിൽ സൂര്യൻ്റെ അപഹാരം എനിക്ക് അനുകൂലമല്ല. പക്ഷേ അതുപോലെ തന്നെ രാഹു ആണല്ലോ ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം ഉണ്ടാക്കുന്നതെന്ന് വെളിച്ചം ചാനൽ പറയുന്ന ഗ്രഹം അഥവാ നീളഗ്രഹം. അപ്പോൾ ഇത് എൻ്റെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ലോട്ടറി അടിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ മീനമാസത്തിൽ, അതായത് സൂര്യൻ അനുകൂലമായി നിന്ന് തുലാം രാശിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന മീനം രാശിയിൽ, മീനം മാസത്തിൽ എനിക്ക് ഒരു 5000 രൂപയുടെ ലോട്ടറി അടിച്ചു. പിന്നെ 1000 രൂപയുടെ 2 ലോട്ടറി അടിച്ചു. ഓക്കെ, ഞാൻ സാധാരണ ഒരു മാസം ശരാശരി ഒരു മാസം 2000 രൂപയുടെ ലോട്ടറിയാണ് എടുക്കുന്നത്. അപ്പോൾ മീനമാസത്തിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഏകദേശം 2000 രൂപയ്ക്ക് ലോട്ടറി എടുത്തു പല ദിവസങ്ങളായിട്ട്, 30 ദിവസം. അതിൽ എനിക്ക് ടോട്ടൽ 7000 രൂപ ലോട്ടറി അടിച്ചു. അതായത് 2000 രൂപ ചിലവാക്കി 7000 രൂപ ലോട്ടറി അടിച്ചു. അത് പല ദിവസങ്ങളിലായിട്ടാണ്, 3 ദിവസങ്ങളിൽ സമ്മാനം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഇപ്പോൾ ഏകദേശം 5000 രൂപ എനിക്ക് ലാഭമാണ്. ഓക്കെ, അത് ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല. പിന്നെ എൻ്റെ ഈ ബുധദശയിൽ സൂര്യൻ്റെ അപഹാരം നടക്കുന്ന ഈ സമയത്ത് അനുകൂലമല്ല. പക്ഷേ മഹാദശ അനുകൂലമാണ്. പിന്നെ മറ്റ് ഗ്രഹങ്ങളൊക്കെ എനിക്ക് അനുകൂലമൊക്കെ തന്നെയാണ്. ശനി സ്വക്ഷേത്രമാണ്, വ്യാഴം സ്വക്ഷേത്രമാണ്. അതുപോലെ ചൊവ്വ നീചരാശിയിലാണെങ്കിലും നീചഭംഗം വന്ന് ചക്രവർത്തി യോഗം അഥവാ നീചഭംഗ രാജയോഗമുണ്ട്. പിന്നെ ബുധനും ശുക്രനുമൊക്കെ അനുകൂലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും ഗ്രഹസ്ഥിതിയിൽ രാഹു അനുകൂലമല്ല. എങ്കിലും ഈ പറഞ്ഞ കണക്ക് മീനമാസത്തിൽ എനിക്ക് ഞാൻ പ്രവചിച്ച പോലെ തന്നെ ലോട്ടറിയിൽ അത്യാവശ്യം ഭാഗ്യം ലഭിച്ചു. ഈ ലക്ഷങ്ങളും കോടികളും ഒന്നും കിട്ടിയില്ല, എങ്കിലും നമുക്ക് ഈ ലാഭം തന്നെ 2000 രൂപ ചിലവാക്കി ഏകദേശം 7000 രൂപ എങ്കിലോട്ട്. അപ്പോൾ അതാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് മഹാദശ, അന്തർദശ, അതുപോലെ ഗ്രഹങ്ങളുടെ സ്ഥിതി, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, ദാനധർമാദികൾ, ഇതൊക്കെ എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഈശ്വരനെ ആയിട്ട് ചേർന്ന് നിന്ന് സാത്വികരായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രാശിഫലത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ 100% നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തുലാം രാശിക്ക് 6ാം ഭാവത്തിൽ ശനിയും സർപ്പവും അനുകൂലമാണ്. ഈ ദിവസങ്ങളിൽ വ്യാഴം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് ചൊവ്വ നീചരാശിയാണെങ്കിലും അനുകൂലമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ ചില ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ അനുകൂലമായിട്ട് വരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാഹു മെയ് 18-ാം തീയതി കുംഭത്തിലേക്ക്, ശനിയുടെ സ്വക്ഷേത്രമായ കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ അതും ഈ തുലാം രാശിക്ക് അനുകൂലമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2026 മെയ് 14 വരെയുള്ള ഇനിയുള്ള ആ ഒരു വർഷക്കാലം ശനി, വ്യാഴം, രാഹു, കേതു ഇത് നാലും, അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഈ 4 ഗ്രഹങ്ങൾ മെയ് 14 മുതൽ, അതായത് 2025 മെയ് 14 തൊട്ട് 2026 മെയ് 14 വരെയുള്ള ഒരു വർഷക്കാലം 365 ദിവസം ഈ ഗ്രഹങ്ങൾ, അതായത് ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ശനി, വ്യാഴം, രാഹു, കേതു ഇത് നാലും അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ ഈ ദിവസങ്ങളിൽ പറയുന്ന ഫലങ്ങൾ തന്നെ ആയിരിക്കും ഇനി 365 ദിവസം സംഭവിക്കാൻ പോകുന്നത്. അതായത് മെയ് 15 തൊട്ട് 2025 മെയ് 14 രാത്രിയിലാണ് ഈ വ്യാഴവും ഒക്കെ മാറുന്നത്, സൂര്യനും ഒക്കെ മാറുന്നത്. അപ്പോൾ അത് കാരണം പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ 2025 മെയ് 15 തൊട്ട് 2026 മെയ് 14 വരെ ഈ തുലാം രാശിക്കാർക്ക് ഈ 4 ഗ്രഹങ്ങൾ അനുകൂലമാണ്. തീർച്ചയായിട്ടും മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരാൻ കിടക്കുന്നതാണ്. അത് ഈ ദിനഫലങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം. അപ്പോൾ എന്തായാലും ബേസിക്കായിട്ട് പറയാം, ഇവർക്ക് തുലാം രാശിക്കാർക്ക് ഈ 2025 മെയ് 15-ാം തീയതി തൊട്ട് 2026 മെയ് 14 വരെ ഇടിവെട്ട് സൗഭാഗ്യങ്ങളുള്ള ദിവസങ്ങളാണ്. അത് മറ്റ് ഗ്രഹങ്ങളും കൂടി അനുകൂലമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് അനുഭവവേദ്യമാവും. അത് ഞങ്ങൾ ഈ ദിനഫലം പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം. പിന്നെ ഇവർക്ക് മറ്റ് ഗ്രഹങ്ങൾ ചൊവ്വ, ശുക്രൻ, ബുധൻ, സൂര്യൻ, പിന്നെ ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെല്ലാം കൂടി അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങൾ വേറെയും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം കൂടുതൽ വരും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് രാശിഫലമാണ്. ഇതിനൊരു 50% വരെ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് 100% സാധ്യത വരണമെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, മഹാദശ, അന്തർദശ, അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതി, പിന്നെ നമ്മൾ ഈശ്വരനുമായിട്ടും ചേർന്ന് നിൽക്കുക. അങ്ങനെ സാത്വികരായിട്ട് ജീവിക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ അനുകൂലമായിട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, 100% ഈ പ്രവചനങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. 63 വയസ്സുള്ള ഞാനാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1-ാം സ്ഥാനം കിട്ടുന്ന രാശിക്കാരെ കുറിച്ച് പറയാം. അത് ഇടവം രാശിയാണ്. ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഈ ഇടവം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അതായത് ഇവർക്ക് മെയ് 14 വ്യാഴം ധനസ്ഥാനത്തേക്ക് 2-ാം ഭാവത്തിലേക്ക് മാറുന്നു, അനുകൂലമാണ്. ഈ ദിവസങ്ങളിൽ ചൊവ്വ 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. പിന്നെ സർപ്പവും ശനിയും ശുക്രനും 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. കേതു 5-ാം ഭാവത്തിൽ അനുകൂലമാണ്. പിന്നെ ചന്ദ്രനും ഇവിടെ അനുകൂലമാകുന്നു 1-2 ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇവർക്കാണ് ഈ ദിവസങ്ങളിൽ മെയ് 18-ന് ശേഷം രാഹു ഇവർക്ക് പ്രതികൂലമാവും. അതേസമയം വ്യാഴം അനുകൂലമാണ് മെയ് 14 മുതൽ. ശനി 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് തുടരും. എങ്കിലും രാഹു ഇവർക്ക് പ്രതികൂലമാവും മെയ് 18-ന് ശേഷം. അപ്പോൾ ഈ പറയുന്ന ഫലം ഇടവൻ രാശിക്ക് മെയ് 18 വരെ വാലിഡിറ്റി ഉള്ളൂ. അതിനുശേഷം വാലിഡിറ്റി പോവും. സർപ്പം അഥവാ രാഹു ഇവർക്ക് 12-ാം ഭാവത്തിൽ 10-ാം ഭാവത്തിൽ വരും. അപ്പോൾ അത് അനുകൂലമല്ല. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇടവൻ രാശിക്ക് 15, 16, 17, 18 തീയതികളിൽ അനുകൂലം തന്നെയാണ്. ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതായത് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശനി, ശുക്രൻ, സർപ്പം ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതേസമയം ബുധനും സൂര്യനും പ്രതികൂലമാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ. എങ്കിലും ഇവർക്ക്
ഏകദേശം 7 ഗ്രഹങ്ങളോളം, ചന്ദ്രനും കൂടെ അനുകൂലമാകുമ്പോൾ 7 ഗ്രഹങ്ങളോളം ഇവർക്ക് ഈ ദിവസങ്ങളിൽ അനുകൂലമാണ്. അതിൽ തന്നെ ഏറ്റവും അതിശക്തമായിട്ട് ശനിയും ശുക്രനും രാഹുവും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. ഇത് 3 സുഹൃത്ത് ഗ്രഹങ്ങളാണ്. അത് കൂടാതെ ഇവയുടെ ഒരു കൂടിച്ചേരൽ കൊണ്ട് അപ്രതീക്ഷിത ധനലാഭങ്ങൾ, പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. പിന്നെ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, സർവകാര്യ വിജയം, അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അവർക്ക് ഈ ദിവസങ്ങളിൽ 18-ാം തീയതി കഴിഞ്ഞാൽ രാഹു പ്രതികൂലമാവും, അത് വേറെ കാര്യം. അപ്പോഴത്തേക്ക് അവിടെയും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു രാശിയുണ്ട്, അത് തുലാം രാശിയാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ 2025 മെയ് 15, 16, 17, 18 തീയതികളിൽ ഈ 3 രാശിക്കാർക്ക് ഇടിവെട്ട് സൗഭാഗ്യങ്ങളാണ്. അപ്രതീക്ഷിതമായ ഞെട്ടിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന ഇടിവെട്ട് ഘനഗംഭീര സൗഭാഗ്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് 2025 മെയ് 15, 16, 17, 18 തീയതികളിൽ. അതിൽ തന്നെ തുലാം രാശിക്കാർക്ക് ഈ ഇടിവെട്ട് സൗഭാഗ്യം തുടരുകയും ചെയ്യും. അത് വാൽകഷ്ണമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഏതാണ്ട് 31 മിനിറ്റായി സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അതാകെ നമ്മൾ നിഷ്കളങ്കമായിട്ട് പറയുന്നത്, ഞങ്ങൾ ഈ തള്ളുകയല്ല, ഇപ്പോൾ അതാകെ കൃത്യമായിട്ട് ജ്യോതിഷം പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ ഞങ്ങളായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഈ സംഭവങ്ങളെല്ലാം നടക്കട്ടെ, നല്ല കാര്യങ്ങളാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.